ശോകാന്ത ജീവിത രംഗങ്ങളിൽ വന്നു കോമാളിയായി കിരുത്തപ്പോഴും ഹൃല്ലീനമാം ജനനാന്തര സൗഹൃദമസ്പഷ്ടമെന്നിൽ തുടിച്ചിരുന്നു സഖേ. ശാലിനി ഒരു കഥ പറയുന്നു. സുരേഷ് മേപ്പയൂർ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ: ഹേമന്ത് കുമാർ മാങ്കാവ്, സി സരിത, കെ ആർ സരസ്വതി, പി വിജയഗോപാലൻ, നാസർ യൂനുസ്, ബാൽജി, മേരി വിതയത്തിൽ, എ ഇ ഐഡരത്നം. സംവിധാനം ഖാൻ കാവിൽ. ഇവർക്ക് എന്തു പറ്റിയാവോ? അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്താ ടിബിയിൽ താമസം ഏർപ്പാടാക്കിയത്. എന്നിട്ടും ശിവൻ ഇങ്ങനെ ചൂടായിട്ടെന്താ? അവരിങ്ങടെ എത്തണ്ടേ? ഇന്നലെ പിരിയുമ്പോ കൃത്യസമയത്ത് എത്താന്നാ പറഞ്ഞത്. കാറെടുത്ത് കാലത്ത് തന്നെ ശല്യം ചെയ്യാൻ വരണ്ടെന്നും പറഞ്ഞു. ആരൊക്കെയാ ഇങ്ങോട്ടേക്ക് വരേണ്ടത്? 3-4 പേരുണ്ടല്ലോ. ആരാ? എന്തു വേണം? ഞങ്ങളൊക്കെ ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്നവരാ. ഇന്നിവിടെ ശാലിനി വർമ്മയുടെ റെക്കോർഡിംഗ് ഉണ്ടെന്നറിഞ്ഞു. നാട് മുഴുവൻ അറിയപ്പെടുന്ന ഗായികയല്ലേ. ഒന്ന് നേരിൽ കാണാൻ വന്നതാ. അതിനവരിവിടെ എത്തിയില്ലല്ലോ. നേരത്തെ എത്തേണ്ടതായിരുന്നു. ഒരുപാട് വൈകി. അന്തരിച്ച യുവകവി സുരേന്ദ്രനാഥിന്റെ ചില കവിതകളുടെ റെക്കോർഡിംഗ് ആണെന്ന്. നളിനം എന്ന സിനിമയ്ക്ക് വേണ്ടിയാ. പണി പൂർത്തിയാകാതെ വെച്ച പടമാ. വീണ്ടും വർക്ക് തുടങ്ങാണ്. അവരെയൊന്ന് നേരിൽ കാണാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യാണ്. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. കുട്ടി, ഇന്നിനി കൂടിക്കാഴ്ച ഒന്നും തരപ്പെടില്ല എന്നാ തോന്നുന്നത്. ശിവനും കൂട്ടരും ആകെ ചൂടായിരിക്കാണ്. ഇനി അവർ ഇപ്പോഴിങ്ങ് എത്തിയാൽ തന്നെ നിങ്ങളോട് എന്തെങ്കിലും പറയാനും മറ്റും സമയം ഉണ്ടാവില്ല. പിന്നീട് ഒരിക്കൽ സൗകര്യം പോലെ കാണുന്നതാ നല്ലത്. ഞങ്ങൾക്കൊന്ന് അവരെ നേരിൽ കണ്ടാൽ മാത്രം മതി. അവർ എത്തിയിരിക്കുന്നു. എന്താ നിങ്ങളൊക്കെ കാറിന് ചുറ്റും കൂടി നിൽക്കുന്നത്? മാഡം, ഞങ്ങൾക്ക് ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് തരാമോ? ഓ, അതിനെന്താ? അന്തരിച്ച യുവകവി സുരേന്ദ്രനാഥിന്റെ കവിതകളുടെ റെക്കോർഡിംഗ് അല്ലേ മാഡം? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു അല്ലേ? അതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞു. കുടിച്ചു കുടിച്ച് കരളെരിഞ്ഞാണ് സുരേന്ദ്രനാഥിന്റെ മരണം അല്ലേ മാഡം? ഇതൊക്കെ എന്തിന് എന്നോട് പറയുന്നു? കവി എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ മരിക്കുന്നു എന്ന പഠനം നടത്തി ഡോക്ടറേറ്റ് എടുക്കലൊന്നും അല്ല എന്റെ ജോലി. മാഡം, ശാലിനി വർമ്മയും സുരേന്ദ്രനാഥും തമ്മിലുള്ള പൂർവ്വകാല ബന്ധത്തെക്കുറിച്ച് ഈ അടുത്തൊരു പിക്ചർ കണ്ടു. മിസ്റ്റർ രാജയൻ, ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ, എന്നെ കാണാൻ ഇവരെ ആരാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത്? അഭിമുഖം, ഫോട്ടോഗ്രാഫ്, ഓട്ടോഗ്രാഫ്. പ്ലീസ്, എനിക്ക് അല്പം സ്വൈരം വേണം. അജയൻ വരൂ. സോറി മാഡം. നോ, എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ്, നിങ്ങൾക്ക് പോകാം. സുരേന്ദ്രൻ, നിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പോലും ഞാനിങ്ങനെ വികാരാധീനയാവുന്നല്ലോ. എനിക്കൊന്ന് കണ്ണീരൊഴുക്കി കരയാൻ പോലും കഴിയുന്നില്ലല്ലോ. ഒടുവിൽ കുറെ നൊമ്പരങ്ങളും ബാക്കിവെച്ച് നീ പോയി. ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. സാരല്ല. നിന്റെ ആത്മാവ് എന്റെ പാട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുമെന്നല്ലേ പറഞ്ഞത്? അന്നു നീ എനിക്കാദ്യമായി കുറിച്ചു തന്ന വരികൾ ഞാൻ പാടുന്നു സുരേന്ദ്രൻ. നിന്റെ ജീവിച്ചിരിക്കുന്ന ഓർമ്മകളെ സാക്ഷി നിർത്തി ഞാനൊന്ന് പാടട്ടെ. തമ്പുരു ചേർത്ത് 1 2 3 1 2 3. ഒഴുകിയിരുന്നു പോലെന്റെ മനസ്സ്
കണ്ണുനീർത്തുള്ളികൾ കൊച്ചുമോഹത്തിൻ കതിർമണി കൂത്തുവാൻ കൊച്ചിതൻ പാറി പറക്കരി ജീവിതം. ശാലിനി, എന്തുപറ്റി? എന്തുപറ്റി? ഒരു തളർച്ച. എനിക്കിത് തുടരാൻ കഴിയുന്നില്ല. തൊണ്ട വരളുന്നു. ഞാനാകെ മരവിച്ചതുപോലെ. ദാ, വെള്ളം കുടിക്കൂ. അല്പം കിടക്കാം. വരൂ, മെല്ലെ നടക്കൂ ശാലിനി, മെല്ലെ മെല്ലെ. തൽക്കാലം റെസ്റ്റാണ് ആവശ്യം. റെക്കോർഡിംഗ് പിന്നീടാകാം. ശാലിനി ഇങ്ങോട്ടേക്ക് വന്നു എന്നറിഞ്ഞു. ഒന്ന് കാണണമെന്ന് തോന്നിയിരുന്നു. പാലക്കാട്ട് നിന്നും വെക്കേഷൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് കരുതിയതാ. കോളേജ് അടച്ചപ്പോ തീരുമാനം മാറ്റി. പൂക്കളോടും പുഴകളോടും മലകളോടും കിന്നരിക്കഥകൾ പറഞ്ഞ് അവിടെ നീ വസന്തം ആഘോഷിക്കുകയാണെന്ന് അറിഞ്ഞു. ആ മതി മതി, സാഹിത്യം നിർത്ത്. സംഗീത വിദ്യാലയത്തിൽ അന്തരീക്ഷം മനസ്സിന് കുളിർമയേകുന്നുണ്ട്. വരാൻ തോന്നാത്തതിന്റെ കാരണം അതായിരിക്കും. അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. പഴയ ശീലത്തിന്റെ മാറ്റമൊന്നും സുരേന്ദ്രനിൽ കാണാനില്ലെന്നറിഞ്ഞു. കുടി കൂടുന്നു എന്നും അറിവ് കിട്ടി. തുടങ്ങി നിന്റെ സാരോപദേശം. നിന്റെ സാമീപ്യം പലപ്പോഴും എന്നെ വെറുപ്പിക്കുന്നു. നിന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നത് സാന്ത്വനം, സ്നേഹം, ലാളനം, അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റെന്തിനൊക്കെയോ അല്ലേ? നിനക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ശാലിനി. വല്ലാത്തൊരു ജന്മമായ എന്റേത്. സുരേന്ദ്രൻ, എന്താ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ പ്രവർക്കുന്നത്? വരൂ, നമുക്കല്പം നടക്കാം. വരൂ നീ. ആ, പുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചുവെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. സഞ്ചിയിലുണ്ട്. നിനക്കായി കരുതി വെച്ചതാ. ആ, എന്നാലിങ്ങ് തന്നേക്കുന്നേ. സമർപ്പണം. അച്ഛൻ കതിനക്കാരൻ അനന്തന്. ഓ, ചാരായ നാർന്നു. കവിതയും വേണ്ട, ബന്ധവും വേണ്ട. നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ? പരാജയപ്പെടുന്നു ശാലിനി, പരാജയപ്പെടുന്നു. അച്ഛന്റെ നിറമുള്ള ഓർമ്മകൾ, പെറുക്കിക്കൂട്ടി വെച്ച അവയവങ്ങൾ. കതിനക്കാരൻ അനന്തന്റെ മരണം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. മഞ്ഞളുടക്കാൻ കാവിൽ പോയ പെങ്ങളെ പ്രേതം പേടിപ്പിച്ചു പോലും. ഭ്രാന്തിയായി പുറം ലോകം കാണാതെ അവൾ ഇരുണ്ട മുറിയിൽ കഴിയുന്നു. പിന്നെ കൈകാലുകൾ തളർന്ന് സംസാരശക്തി പോലും നഷ്ടപ്പെട്ട എന്റെ അമ്മ. വെറുതെയല്ല എന്റെ കവിതകൾക്ക് ചാരായത്തിന്റെ മണവും ജീവിതത്തിന്റെ കൈപ്പേറിയ ചൂരും ഉണ്ടാവുന്നത്. നീ എന്താ ഓർത്തിരിക്കുന്നത്? എനിക്കെന്റെ പഴയ സുരേന്ദ്രനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇടയ്ക്കിടെ കൈക്കു കടിച്ച് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കഷ്ണം സ്ലേറ്റ് പെൻസിലിനു വേണ്ടി എന്റെ തലക്കടിക്കുന്ന, ഒരു മിഠായി കിട്ടിയാൽ പാതി എനിക്ക് വേണ്ടി കരുതി വെക്കുന്ന, എന്റെ പുസ്തകക്കെട്ട് പേരുന്ന എന്റെ പഴയ സുരേന്ദ്രനെ. ശാലിനി, നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വല്ലാത്ത സ്വഭാവമാണ് നമ്മുടെ പ്രണയത്തിന്. വലിയ വലിയ മോഹങ്ങളില്ലാത്ത, പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആശകളും ഏറെയില്ലാത്ത വല്ലാത്തൊരു പ്രണയം. നീ എന്നെ എങ്ങനെ സഹിക്കുന്നു? എനിക്കൊന്നും അറിയില്ല. ശാലിനി, ഒരാഗ്രഹം പറയട്ടെ. നിന്നെ ഞാനൊന്ന്. വേണ്ട, ചാരായം നാറ്. കൊച്ചുനാള് നീ പറയും ഭഗവതി കോപം വരുമെന്ന്. ഇപ്പൊ നീ പറയുന്നു ചാരായം നാറുന്ന്. വേണ്ട, ഞാൻ പോട്ടെ. മറക്കണ്ട, ആ വരികൾ നീ ഒന്നുകൂടി പാടി കേൾക്കണമെന്നുണ്ട്. അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. ഇടയ്ക്ക് വന്നു കാണാം. പാട്ടുകൾ പാടി മറഞ്ഞിരുന്നപ്പോഴും, കാറ്റു വിതച്ചു തരിച്ചിരുന്നപ്പോഴും, ശോകാന്ത ജീവിത രംഗങ്ങളിൽ വന്നു കോമാളിയായി കിരുകിരുത്തപ്പോഴും, ഹൃല്ലീനമാം ജനനാന്തര സൗഹൃദം അസ്പഷ്ടമെന്നിൽ തുടിച്ചിരുന്നു സഖേ.
ഹായ്, നന്നായിരിക്കുന്നു. ആ, എന്റെ മടിച്ചുകുട്ടി ആ വരികളൊന്ന് പാടൂ. പാട്ടുകൾ പാടി മറഞ്ഞിരുന്നപ്പോഴും കാറ്റു വിതച്ചു തരിച്ചിരുന്നപ്പോഴും ശോകാന്ത ജീവിത രംഗങ്ങളിൽ വന്നു കോമാളിയായി കിരുത്തപ്പോഴും ഹൃല്ലീനമാം ജനനാന്തര സൗഹൃദമസ്പഷ്ടമെന്നിൽ തുടിച്ചിരുന്നു സഖേ. ഭാവം വന്നില്ല അല്ലേ? ഇല്ല ശാലിനി, സംഗീതം ഒരു തപസ്യയായി സ്വീകരിക്കാനുള്ള കരുത്താണ് ആവശ്യം. വല്ലാതെ ചോദിക്കുന്നുണ്ടല്ലോ. അല്പം കുരുമുളകും പഞ്ചസാരയും പൊടിച്ച് അലിച്ചിറക്കിക്കൂടെ? ഇരുന്ന് മടുത്തു. നമുക്ക് പോകാം. എവിടേക്ക്? സുരേന്ദ്രന്റെ വീട്ടിലേക്ക്. എന്തിനാ നീ വരുന്നത്? തിരിച്ചു പോകുമ്പോ സഹപാഠികൾക്ക് കൊടുക്കാൻ കുറെ നൊമ്പരങ്ങളും സഞ്ചിയിലാക്കി കൊണ്ടുപോവാം. അത്രയുള്ളൂ. ഞാൻ വരും, വന്നേ പറ്റൂ. എങ്കിൽ പോവാം. അമ്മയ്ക്ക് ഇവിടെ മനസ്സിലായോ? വലിയടുത്ത കുട്ടിയാ. ശാലിനി, ഈ കിടപ്പ് കാണുമ്പോ ഈ ശ്വാസം കൂടി അങ്ങ് നിലച്ചു പോയെന്നായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാം ശരിയാകുന്നേ. ചേട്ടാ, ചേട്ടാ, വാതിൽ തുറക്ക് ചേട്ടാ, വാതിൽ തുറക്ക് ചേട്ടാ, വാതിൽ തുറക്ക് ചേട്ടാ, വാതിൽ തുറക്ക് ചേട്ടാ. ശാലിനി പേടിച്ചു പോയോ? പെങ്ങളാണ്. ചായപ്പിൽ പോട്ടിട്ടിരിക്കുക. വാതിൽ തുറന്ന് അവൾ ഓടിപ്പോവും. പിന്നെ കിട്ടില്ല. ഹായ്, ഇതാരാണ്? നല്ല പെണ്ണ്, കാണാൻ എന്ത് രസ. ഹായ്, ഞാൻ ചേച്ചിനെ വിളിക്കട്ടെ? പൊടി പോകാൻ. നീ ആരാ പെണ്ണെ? എടി, നീ ആരാന്ന്? ചേട്ടാ, ചേട്ടാ, എനിക്ക് ഭർത്താവിനെ കൊണ്ടുവന്ന ചേട്ടാ. പൊടി പോകാൻ. എടി, പിന്നോട്ട് പോകാൻ. ചേട്ടാ, ചേട്ടാ. ജീവിച്ചിരിക്കുന്ന കവിത വായിച്ചോളൂ. മനസ്സും ശരീരവും തളരാത്തവരായി ഇവിടെ ആരുമില്ല. ചേട്ടാ, അവള് എന്താ ചെയ്യണത്? ചോര. അയ്യോ, എനിക്ക് പേടിയാവണോ? കാലിലെ വ്രണം മാന്തി പറക്കിയാണ്. ചുറ്റുപാടുകളുമായി എഴുകിച്ചേരാൻ ഞാൻ പഠിച്ചു. ചിലപ്പോ പതറിപ്പോകുന്നു മാത്രം. വാതിൽ തുറക്ക് ചേട്ടാ, വാതിൽ തുറക്കാൻ. എനിക്ക് കാവില് മഞ്ഞൾ ചിക്കാൻ പോണം ചേട്ടാ. നിർത്തണേ. സുരേന്ദ്രൻ, ചേട്ടാ, ഏത് പാപത്തിനുള്ള ശിക്ഷയാ ഞാൻ ഈ അനുഭവിക്കുന്നത്? വാതിൽ തുറക്ക് ചേട്ടാ. നിനക്കെന്തു തോന്നുന്നു? തന്ത്രികൾ പൊട്ടിയ വീണ അല്ലേ? ഞാൻ ഇറങ്ങാണ്. ഇനി പെട്ടെന്ന് നാട്ടിലേക്ക് വരാനാവില്ല. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയും കുടിക്കരുത്, നശിക്കരുത്. എനിക്കുമുണ്ടൊരപേക്ഷ. ഇനിയും നമ്മൾ തമ്മിൽ കാണരുത്, ബന്ധം പുതുക്കരുത്. ഏതെങ്കിലും ഒരു നാൾ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ അറിയിക്കാം. മോളെ, നാളെ തന്നെ പോണമെന്ന് നിർബന്ധമാ നിനക്ക്? ഇനിയും ഇവിടെ നിന്നിട്ട് എന്താ അച്ഛാ? ഇനി എപ്പോഴാ എന്റെ മോള് വരിക? ഇനി ഇപ്പോഴൊന്നും ഇവിടേക്കില്ല. അച്ഛന് മോളെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്ന് കണ്ടാ മതി. BA പഠനവും സംഗീത പഠനവും പഠിക്കാൻ ഒരുപാടില്ലേ അച്ഛാ? അതും ശരിയാ. സുരേന്ദ്രന് കുടി ഇപ്പോഴും സ്വല്പം കൂടുതലാ. വിട്ടുമാറാത്ത ചുമയും. അച്ഛനൊന്ന് കണ്ടിട്ട് പറയണം. വിദ്യയുടെ ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത നാവ് കൊണ്ട് പറഞ്ഞാൽ
സുരേന്ദ്രൻ അനുസരിക്കും. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് കുത്തിപ്പെറുക്കി എഴുതിയ ഒരു കടലാസ് കഷ്ണവുമായി ഒരു പയ്യൻ എന്റെ മുന്നിലേക്ക് ഓടി വരുന്നു. അത് തിരുത്തിക്കൊടുത്ത സംതൃപ്തിയാലെ അവൻ ഓടി മറയുന്നു. സുരേന്ദ്രൻ ഒരു കവിയായി മാറുന്നു. എനിക്ക് എങ്ങനെയാണ് സുരേന്ദ്രനെ വെറുക്കാൻ കഴിയുക? ഒരു ഡോക്ടറെ കാണാനെങ്കിലും സുരേന്ദ്രനോട് അച്ഛൻ പറയണം. നീ അവനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അച്ഛാ, ഞാൻ നാളെ പോവല്ലേ? ഇന്ന് കാവിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിക്കണമെന്നുണ്ട്. നമുക്കൊന്ന് പോയി വന്നാലോ? പോകാം മോളെ. വിടാന്നെ, എന്നെ ആരും പിടിക്കണ്ട. എന്റെ പെങ്ങൾ ഓടിപ്പോയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഞാൻ എവിടെയാ അവളെ തിരക്കേണ്ടത്? ചോദിക്കട്ടെ, എന്റെ പെങ്ങളെ ഏത് ലോകത്തിലേക്കാ കൊണ്ടുപോയത്? വിടാന്നെ, വിടാൻ. അച്ഛാ, സുരേന്ദ്രൻ. മോളെ, ഈ അവസ്ഥയിൽ അവൻ നമ്മളെ കാണണ്ട. നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. എന്തൊരു കഷ്ട ദൈവമേ ഇത്. എന്റെ പെങ്ങൾ എവിടെയാന്നാ ചോദിച്ചത്? കേൾക്കുന്നില്ലേ? വാതില് പൂട്ടാൻ ഞാൻ മറന്നുപോയി. ജീവൻ ബാക്കി വെച്ചേക്കരുത്, കൊന്നോളണം. അവൾ ചത്തെന്നറിഞ്ഞ ദേവിക്ക് എന്റെ വക ഒരു പുഷ്പാഞ്ജലിയുണ്ട്. ആഗ്രഹം നിറവേറ്റിയെന്ന്. എന്താ പോരെ? പോരെങ്കിലിതാ. അയ്യോ അച്ഛാ, അച്ഛാ, കുത്തുവിളക്കിൽ തലയിടിക്കുകയാണ്. സുരേന്ദ്ര, സുരേന്ദ്ര! മാഷേ, ശാലിനി കോളേജിലേക്ക് തിരിച്ചുപോയി അല്ലേ? അതെ, നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു അവളുടെ വേവലാതി. നിത്യദാരിദ്ര്യത്താൽ ജീവിതം വേണ്ടാന്ന് കരുതിപ്പോയ സന്ദർഭങ്ങളുണ്ട്. അപ്പോഴും മാഷ് മാത്രമായിരുന്നു ഒരാശ്രയം. അന്നൊക്കെ ഒരു മകന്റെ സാന്നിധ്യം നിന്നിലൂടെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയാണ് മാഷേ. എന്നോട് ക്ഷമിക്കണം. കുടി നിർത്തി. കൈക്കും കാലിനും വല്ലാത്ത ഉറയിൽ പുതിയ പുസ്തകത്തിന്റെ പണിയും തുടങ്ങിയിരിക്കുക. സത്യമാണ് മാഷേ, സത്യമാണ്. സുഖല്ല, തീരെ വയ്യാതായിരിക്കുന്നു. എനിക്കൊരു ഡോക്ടറെ കാണണമെന്നുണ്ട്. സ്ഥിതി തീരെ മോശമാണ്. കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു. കടമായി തന്നാ മതി. കാശ് ഇവിടെയുണ്ട്, തരാം. സുരേന്ദ്രൻ, നിന്നോട് ഞാൻ ഇന്നേ വരെ ഒന്നും എനിക്കായി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല, മാഷ് പറഞ്ഞോളൂ. മാഷിന് വേണ്ടി വലിയതൊന്നും എനിക്ക് ചെയ്യാനാവില്ലെങ്കിലും ഒരു ചെറിയ കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു. ശാലിനിയെ നീ മറക്കണം. എനിക്കെന്റെ മകളുടെ ജീവിതമാ വലുത്. ശാലിനി, നിന്നെ ഞാൻ മറക്കണം. അതെ, നിന്നെ ഞാൻ മറക്കണം. മകളെ എന്നോടൊപ്പം അയച്ച് അവളുടെ സ്വർണം പൂശിയ ജീവിതത്തിന് കരിപിടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരച്ഛന്റെ ആവശ്യം നമുക്ക് മറക്കാൻ ശ്രമിക്കാം. കാവിലെ ഇലഞ്ഞിമരവും കാറ്റത്തെ കിളിക്കൂടും ബാല്യകാല ബന്ധങ്ങളും എല്ലാം നമുക്ക് മറന്നേക്കാം. സുരേന്ദ്രനാഥ്. ആ, ഞാൻ തന്നെ. എന്റെ പേര് ശിവൻ. ഇത് സുനിൽ ബാബു. താങ്കളെ ഒന്ന് നേരിൽ കാണാൻ പാലക്കാട്ട് നിന്നും ഒരുപാട് യാത്ര ചെയ്തു വരികയാണ്. ശാലിനി വർമ്മ ഒരു എഴുത്ത് തന്നിട്ടുണ്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ. ദാ. സുരേന്ദ്രൻ, ഇവരെന്റെ സുഹൃത്തുക്കളാണ്. കാര്യങ്ങളൊക്കെ ഇവർ നേരിട്ട് പറയും. ഇവരോട് സഹകരിക്കുമല്ലോ. സ്നേഹത്തോടെ, ശാലിനി. ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരാണ്. നളിനം എന്ന പേരിൽ സുധിയുടെ ഒരു തിരക്കഥ എഴുതി വാങ്ങിയിട്ടുണ്ട്. താങ്കളെ നേരിട്ട് പരിചയമില്ലെങ്കിലും കവിതകൾ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പെരുളിക്കാവ്, സ്നേഹത്തോടെ എന്നീ 2 കവിതകൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ എന്ന കവിതയിൽ എന്റെ റൊമാന്റിക് സങ്കല്പവും പെരുളിക്കാവ് എന്ന കവിതയിൽ
എന്റെ ജീവിത യാഥാർത്ഥ്യവും പതിഞ്ഞിരിപ്പുണ്ട്. എന്നെ വന്ന് കണ്ട് ഇങ്ങനെയൊരു കാര്യം അറിയിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമായി. ഇതാ സമ്മതപത്രം, ഇതിലൊന്ന് ഒപ്പുവെക്കണം. ശരി. കുറച്ച് കാശുണ്ട്, ഇതിരിക്കട്ടെ. ബാക്കി റെക്കോർഡിങ്ങിന് ശേഷം. പ്രിയപ്പെട്ട ശാലിനിക്ക് എന്നെങ്കിലും ഒരു നാൾ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നേരിൽ കാണാൻ സമയമായിരിക്കുന്നു. പഞ്ചസാരയും കുരുമുളകും പൊടിച്ചു കഴിച്ചാൽ മാറാത്ത രോഗത്തിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. സൗകര്യപ്പെട്ടാൽ ആശുപത്രി വരെ വന്നു പോകാൻ സന്മനസ് കാണിക്കുക. എത്തി ഹേമന്തം സഖേ ഇനി നമ്മുടെ ശീലവസന്തം വിദൂരമല്ലോർക്കുക എന്ന് നിന്റെ അയ്യേ, എന്താണത്? കരയാണോ? കരയരുത്. അങ്ങോട്ട് അടുത്തിരിക്കാം. ഞാനൊന്ന് മടി തല വെച്ച് കിടക്കട്ടെ. ഞാൻ വരില്ലെന്ന് കരുതിയോ? ഇല്ല, നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിനക്കല്ലാതെ മറ്റാർക്കാ എന്നെ മനസ്സിലാക്കാൻ കഴിയുക? നാളെയാണ് ഓപ്പറേഷൻ. അറിഞ്ഞോ? ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നത് കരയാനാണോ? ഇല്ല, ഇനി ഞാൻ കരയില്ല. പോയ കാലം നീ ഓർക്കുന്നില്ലേ? കൊച്ചു കൊച്ചു തമാശകൾ, സ്വപ്നങ്ങൾ, മോഹങ്ങൾ, പിണക്കങ്ങൾ, കാവിലിരഞ്ഞി മരം എന്തിനൊക്കെ സാക്ഷിയായിരുന്നു. ശാലിനി, നീ ഒന്ന് കാവ് പോകണം, ഭഗവതിയെ കാണണം. പെങ്ങൾ ശോഭയുടെ പേരിൽ അശ്വതി നക്ഷത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കണം. മറക്കരുത്. കരയല്ലേ, ഞാൻ പറയട്ടെ. ഇനി എന്നെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ പാടണം. നിന്റെ പാട്ട് കേൾക്കാൻ എന്റെ ആത്മാവ് കാതോർത്തിരിക്കും. ശാലിനി, കണ്ണീര് തുടക്കിയ ശാലിനി, ഇപ്പോഴെന്നെ ചാരായം മണക്കില്ല. നിന്നെ ഞാനൊന്ന് സുരേന്ദ്രൻ, റെക്കോർഡിംഗ് തുടങ്ങാം. ശാലിനി റെഡിയല്ലേ? കണ്ണ് ചുവന്നിരിക്കുന്നല്ലോ. എന്താ, തലവേദനയുണ്ടോ? ഇല്ല. വരൂ, നമുക്ക് റെക്കോർഡിംഗ് റൂമിലേക്ക് പോകാം. തമ്പുരു ചേർ. 1 2 3 1 2 3. പരപ്പാർന്ന പുൽത്തുമ്പിലോ
ശാലിനി ഒരു കഥ പറയുന്നു. സുരേഷ് മേപ്പയൂർ എഴുതിയ നാടകം സമാപിക്കുന്നു. സംവിധാനം ഖാൻകാവിൽ. പങ്കെടുത്തവർ ഹേമന്ത് കുമാർ മാങ്കാവ്, സി സരിത, KR സരസ്വതി, P വിജയഗോപാലൻ, നാസർ യൂനുസ്, ബാൽജി, മേരി വിധേയത്തിൽ, AE ഐഡാരത്നം. പാടിയത് ഗീതാദേവി വാസുദേവൻ. ചുത്തരിച്ചിരുന്ന ശോകാ